ഹായ് ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. അതിനാദ്യം തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവർക്കെല്ലാം നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. 500 സബ്സ്ക്രൈബേഴ്സ് ആയാലും നമ്മൾ വാഗബോണ്ട് വോളിയം 2 തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. സോ പറഞ്ഞതുപോലെ ഇന്ന് ചാപ്റ്റേഴ്സ് 11ഉം 12ഉം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് വാഗബോണ്ടിന് കിട്ടുകയാണെങ്കിൽ മാത്രമേ എനിക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് സ്പീഡിൽ കൂടുതൽ ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് പോകാൻ കഴിയൂ. സോ നിങ്ങൾ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ ചാനൽ ഒന്ന് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മാങ്കാസ് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും സജഷൻസ് തരാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ഇപ്പോൾ മത്തഹാജി ചതിച്ച വിഷമത്തിൽ ഒത്സു ആണെങ്കിൽ ആ ഷിപ്പോജി ടെമ്പിളിലെ കർട്ടൻസ് ഒക്കെ വലിച്ച് കീറുകയാണ്. ഇപ്പോൾ ആ പ്രീസ്റ്റ് വന്നിട്ട് ഒത്സുവിനോട് ചോദിക്കുന്നു, എന്താ കുഴപ്പം, ആ എഴുത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്. എന്താ നീ കല്യാണം കഴിക്കായിരുന്നു മത്തഹാജി, ഇപ്പോൾ വേറൊരു പെണ്ണിന്റെ കൂടാണുള്ളതെന്നോ, നീ നല്ലപോലെ ഒന്ന് കരഞ്ഞോ, നിന്റെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പ്രീസ്റ്റ് ഒത്സുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഉടനെ എല്ലാ ആണുങ്ങളും ഒരുപോലെയാണെന്നും പറഞ്ഞ് അയാളുടെ വയറ്റത്ത് ഒരു ഇടി ഇടിച്ചിട്ട് ഒത്സു പുറത്തേക്ക് ഓടി പോവാണ്. ഇപ്പൊ അങ്ങേര് പറയുന്നുണ്ട്, ഒത്സു നിന്നെ ഞാനൊന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാ, അല്ലാതെ വേറെ ഉദ്ദേശത്തോടു കൂടി ഒന്നും കെട്ടിപ്പിടിച്ചതല്ല എന്ന്. ഇപ്പൊ ആ ഷിപ്പോജി ടെമ്പിളിന് പുറത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു വലിയ മണി ഇങ്ങനെ അടിച്ചുകൊണ്ട് ഒത്സു അവിടെ കിടന്ന് അലറുകയാണ്. മത്തഹാച്ചി, എടാ നാറി, നീ മുടിഞ്ഞു പോവടാ, ആരാടാ ഈ ഒക്കോ എന്നൊക്കെ ചോദിച്ചോണ്ട്. ഈ പ്രീസ്റ്റ് ആണെങ്കിൽ ഓടി വന്ന് ഒത്സു നീ ഒന്ന് മതിയാക്കുന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ടക്കേസോയും സാമുറായിസുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നല്ല രീതിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ സാമുറായ്സ് വളഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ ആ തടിയുടെ വാള് കൊണ്ട് അവരെ എല്ലാം അടിച്ചിടുന്നുണ്ട്. ചെല്ലുന്നവൻ അടി കൊണ്ട് വീഴുകയാണ്. ഇപ്പൊ ഈ നാട്ടുകാരൊക്കെ ആണെങ്കിലും ഇത് കണ്ടിട്ടൊന്ന് അറച്ച് നിൽക്കുന്നുണ്ട്. ഉടനെ ഇപ്പൊ ടക്കേസോ മുറിക്കുള്ളിലേക്ക് ഓടി പോവാണ്. ഇപ്പൊ ആ സാമുറായ്സ് പറയണോ ഇവനെ അകത്തിട്ട് കോർണർ ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യണമെന്ന്. ഇപ്പൊ ആ സാമുറായ്സ് ഒക്കെ വാളും കൊണ്ട് ടക്കേസോന്റെ പുറകെ വീട്ടിലേക്ക് കയറി പോവാണ്. അകത്തെന്തൊക്കെയോ തട്ടും മുട്ടും ബഹളമൊക്കെ കേൾക്കാം. ഇപ്പൊ അവര് നോക്കുമ്പോഴേക്ക് ആ അകത്തേക്ക് കയറിപ്പോയ സാമുറായ്സിനെ എല്ലാം ടക്കേസോ ചവിട്ടി അടിച്ച് വെളിയിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്റെ നേരെ വന്നാൽ നിന്നെയൊക്കെ കൊല്ലുമെന്ന് ഞാൻ മുൻപേ പറഞ്ഞതല്ലടാ. ഇപ്പോൾ ടക്കേസോയുടെ ഈ ഫൈറ്റിംഗ് കണ്ടിട്ട് ക്യാപ്റ്റൻ അവോക്കി പറയുന്നുണ്ട്, ഈ സാമുറായ്സിന്റെ ഒക്കെ അറ്റാക്കിനെ ഇവൻ യാതൊരു കൂസലും ഇല്ലാതെയാണല്ലോ പ്രതിരോധിച്ച് നിൽക്കുന്നത്. ഇവന് പേടിയെന്ന് പറഞ്ഞൊരു സാധനമില്ല. ഷിൻമൻ, ടക്കേസോ, നീ എന്നെ ഇംപ്രസ് ചെയ്തു. സ്വന്തം ജീവൻ സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടി ഇവൻ രണ്ടാമതൊന്ന് ചിന്തിക്കാതെയാണ് വേറെ ആൾക്കാരുടെ ജീവൻ എടുക്കുന്നത്. ഇവൻ ഒട്ടും ദയയില്ലാത്തവനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെ നിന്ന് ഈ ടക്കേസോയെ വർണ്ണിക്കുന്നത് കേട്ടിട്ട് ഒസുഗി ഇയാളെ ഇങ്ങനെ അമ്പരന്നും നോക്കുന്നുണ്ട്. ടക്കേസോ ആണെങ്കിലും മുന്നിലേക്ക് വരുന്നവന്മാരെ എല്ലാം തലങ്ങും വിലങ്ങും തല്ലി താഴെ ഇടുകയാണ്. ഇപ്പൊ അവോക്കി വീണ്ടും പറയുന്നുണ്ട്, എന്താ ഇവന്റെ പവർ, ഇവൻ ശരിക്കും നല്ല സ്ട്രോങ് ആണ്. പക്ഷെ ഇവൻ അധികം നേരം ഈ രീതി പിടിച്ചു നിൽക്കുമെന്ന് തോന്നുന്നില്ല. സാമുറായ്സ് ആണെങ്കിൽ ഇത്രയും പേരുണ്ട്, ഇവനാണെങ്കിൽ ഒറ്റ ഒരാളും. എന്തായാലും ഇവൻ കുറച്ച് കഴിയുമ്പോൾ തളരും. അങ്ങനെ ഈ നിൽക്കുന്ന സാമുറായ്സിന്റെ കൈകൊണ്ട് ഇവന്റെ ജീവൻ അവസാനിക്കാൻ പോവാണെന്ന് ഈ പയ്യൻ മനസ്സിലാക്കുന്ന ആ നിമിഷം, അപ്പോൾ ഇവൻ ഭയം കൊണ്ട് സ്റ്റക്കായി ഒരു നിൽപ്പ് നിൽക്കും. ആ സമയത്തുള്ള അവന്റെ മുഖത്തെ എക്സ്പ്രഷൻ അത് കാണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യ. ഇപ്പൊ അവോക്കിയുടെ മുന്നിലേക്ക് ടക്കേസോ ചാടി വീഴുന്നുണ്ട്. ഇപ്പൊ നോക്കിയ ടക്കേസോയുടെ ആ ഒരു നോട്ടത്തിൽ പേടിച്ച് എക്സ്പ്രഷൻ ഇടുന്നത് അവോക്കിയാണ്. ഇപ്പൊ ആയുധം എടുത്ത് അവോക്കിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ തന്നെ ടക്കേസോ പുള്ളിയെ ഒറ്റ അടിക്ക് അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അവിടെ നിൽക്കുന്ന സാമുറായ്സ് ഒക്കെ ഇങ്ങനെ ക്യാപ്റ്റൻ അവോക്കി എന്ന് വിളിച്ച് അലറുന്നുണ്ട്. അതേപോലെ തന്നെ അവർ പറയുകയാണ്, ടക്കേസോയെ ഇവിടുന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത്, അവനെ പെട്ടെന്ന് പിടിക്കുന്നൊക്കെ. ഇപ്പൊ ടക്കേസോ ആണെങ്കിൽ ആകെ കലിപ്പിൽ ഒസുഗിയെ ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട്. നിങ്ങളെ രണ്ടിനെയും നമ്പാൻ കൊള്ളില്ല, നിങ്ങളെ നിങ്ങളുടെ മോനെ. എന്താടാ നീ പറഞ്ഞത്? ഇപ്പൊ ഒരു സാമുറായി ആണെങ്കിൽ ടക്കേസോയെ ബാക്കിൽ നിന്ന് ആ കുന്തം കൊണ്ട് കുത്താൻ വരുന്നുണ്ട്. പക്ഷെ അത് മിസ്സായി പോയി. പക്ഷെ ടക്കേസോയ്ക്ക് മിസ്സായില്ല, അടിച്ചു പുള്ളിയെ താഴെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആ സാമുറായ്സ് എല്ലാം കൂടെ കൊല്ലവനെ എന്ന് പറഞ്ഞുകൊണ്ട് ടക്കേസോയുടെ നേർക്ക് വരികയാണ്. ടക്കേസോ ആണെങ്കിൽ അവന്മാരെ എല്ലാം നിഷ്പ്രയാസം അടിച്ച് താഴെ ഇടുന്നുണ്ട്. ഇവനൊരു രാക്ഷസനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ഇപ്പൊ ടക്കേസോയുടെ ചുറ്റും കൂടിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ വഴിയിൽ നിന്ന് മാറുന്ന ടക്കേസോ അവരോട് പറയുന്നുണ്ട്. അവരും ആകെ പേടിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാലും അവര് എന്തു വന്നാലും പിന്മാറരുതെന്നൊക്കെ പറഞ്ഞ് ധൈര്യം സംഭരിച്ച് ടക്കേസോയുടെ നേർക്ക് നിൽക്കുന്നുണ്ട്. ഞാൻ നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ അനുവദിക്കില്ല ടക്കേസോ, ഞാൻ മുന്നിൽ നിന്ന് മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രാമത്തിലുള്ള മാറ്റ്സു എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ ടക്കേസോയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അയാൾ ഈ ഗ്രാമത്തിലുള്ള ആളായതുകൊണ്ട് തന്നെ അയാളെ അറ്റാക്ക് ചെയ്യാതെ ടക്കേസോ അയാളോട് പറയുന്നുണ്ട്, എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കും മാറ്റ്സു എന്ന്. മനുഷ്യരുടെ ജീവനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു ദുഷ്ടനാണ് നീ ഈ മിയാമോട്ടോ ഗ്രാമത്തിന് തന്നെ ഒരു അപമാനമാണ്. ഇപ്പൊ ഒസുഗി ആണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട്, മാറ്റ്സു പറഞ്ഞതാണ് അതിന്റെ ശരി. ഇനി ഈ ഗ്രാമത്തിനെയും ഞങ്ങളെയും നാണം കെടുത്താൻ നിന്നെ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് നീ ഇപ്പോ ഇവിടെ കിടന്ന് ചാവും. അതെ, അതാണ് ശരി, നീ മരിക്കേണ്ടവനാണെന്നൊക്കെ ഇപ്പൊ ഈ നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട് ടക്കേസോ ഒന്ന് സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു നാട്ടുകാരൻ തെണ്ടി ഇങ്ങനെ വന്നിട്ട് ടക്കേസോയുടെ കൈ പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ആ നാറി ഈ സാമുറായ്സിനോട് വിളിച്ചു പറയുന്നുണ്ട്, ഇവൻ ഇപ്പൊ ഡിസ്ട്രാക്ട് ആയി നിൽക്കുകയാണ്, ഇപ്പൊ തന്നെ ഇവനെ വന്ന് അറ്റാക്ക് ചെയ്യാൻ. എന്റെ കൈ വിടറാ പൊട്ടാ എന്ന് ടക്കേസോ അവനോട് പറയുന്നുണ്ട്. അവൻ എന്ത് ചെയ്താലും കൈയും വിടുന്നില്ല. ടക്കേസോയുടെ പുറകെ ആണെങ്കിൽ കുന്തം കൊണ്ട് സാമുറായ്സും വരുന്നുണ്ട്. ടക്കേസോ നൈസായിട്ട് അവനെ പൊക്കി ആ സാമുറായ്സിന്റെ കുന്തത്തിന് നേരെ അങ്ങ് നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ അവരുടെ കുന്തമാണെങ്കിൽ അവന്റെ ദേഹത്ത് വന്നും കയറി. ഇപ്പൊ മോയിച്ചി എന്ന് വിളിച്ചുകൊണ്ട് നാട്ടുകാരിങ്ങനെ അലറുന്നുണ്ട്. അവന്റെ പേരായിരുന്നു മോയിച്ചി. ടക്കേസോ ആണെങ്കിൽ ആ വന്ന സാമുറായ്സിനെ അപ്പൊ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്.
ഡീമൻ ഡീമൻ നീ ഒരു രാക്ഷസനാണെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ അലറുന്നുണ്ട്. അവര് ടക്കേസോയുടെ ആ നിൽപ്പൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ടക്കേസോയുടെ ആ കണ്ണുകൾ, അതൊരു മൃഗത്തിന്റെ കണ്ണുകൾ പോലെ ഇങ്ങനെ തീക്ഷ്ണമായിട്ട് നമുക്കിപ്പോൾ കാണാം. ഇപ്പോൾ ടക്കേസോ ആണെങ്കിലും പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ ഡീമൻ എന്ന് വിളിക്കുന്നത് അത് കേൾക്കാൻ എനിക്കൊരു രസമുണ്ട് എന്ന്. ഇപ്പോൾ ടക്കേസോ ആണെങ്കിൽ ആ മുന്നിൽ നിന്ന് നാട്ടുകാരെല്ലാം തട്ടി മാറ്റി ഓടുകയാണ്. അവിടെ നിക്കട നാറി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാമുറായിസോ അവന്റെ പുറകെ വെച്ച് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓടി ഓടി ഒരു കമ്പ് തട്ടി ടക്കേസോ മറിഞ്ഞടിച്ച് താഴെ വീഴുകയാണ്. ആ അടിച്ച അടിക്ക് നീ വീണല്ലോ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ആരാടാ എന്നെ അവിടെ ഇരുട്ടത്തിരുന്ന് കമ്പടിച്ച് വീഴ്ത്തിയെന്ന് ടക്കേസോ ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു കമ്പും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവിടെ കാണാം. ഇപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട്, അടി കൊണ്ട് വീണത് ഒരു മാനാണോ അതോ കാട്ടുപന്നിയാണോ? ഇപ്പൊ ടക്കേസോയും അയാളും ഇങ്ങനെ നേർക്ക് നേരെ നിൽക്കുകയാണ്. ടക്കേസോ അയാളെ ഇങ്ങനെ കലിച്ച് നോക്കുന്നുണ്ട്. ഇപ്പൊ അയാളും ആ തൊപ്പി ഉയർത്തി ഇങ്ങനെ ടക്കേസോയെ ഒന്ന് നോക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, കെണിയിൽ വീണത് എന്തായാലും ഒരു വലിയ ഇരയാണ്, പക്ഷെ അതിന്റെ ഹൃദയം വളരെ ചെറുതാണ്. ഇപ്പൊ അയാളെ നമ്മുടെ ടക്കേസോ ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ചാപ്റ്റർ 11 അവസാനിക്കുകയാണ്. ഇപ്പോൾ ടക്കേസോയെ തട്ടിയിട്ട ആള് അവനോട് പറയുന്നുണ്ട്, നീ കാഴ്ചയിൽ വലിയൊരുത്തനാണ്, പക്ഷേ നിന്റെ ഹൃദയം വളരെ ചെറുതാണ്. അതായത് ഒരു പൂച്ചയുടെ ഹൃദയത്തിന്റെ അത്ര ചെറുത്. ആദ്യം താൻ ആരാണെന്ന് പറ. ഒരു മൃഗത്തിനിപ്പോൾ എൻ്റെ പേരറിഞ്ഞിട്ട് എന്താ കാര്യം? നിന്നെ പിന്തുടർന്നു വന്ന സാമുറായ് സിംഗ് എത്തിയിട്ടുണ്ട്. എന്താ നീ ഓടുന്നില്ലേ? താനൊരു സന്യാസിയാണെങ്കിൽ പോലും തന്നെ ഞാൻ ഇവിടെ ഇട്ടിപ്പോ വേണമെങ്കിൽ കൊല്ലുമെന്ന് ടക്കേസോ ഇയാളോട് പറയും. നിനക്ക് ഭയമുണ്ടോ എന്നാണ് അതിന് അയാൾ തിരിച്ചു ചോദിക്കുന്നത്. എന്നിട്ട് അയാൾ ടക്കേസോയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒന്ന് തൊട്ടാൽ പോലും നീ എന്നെ ഇവിടെ വെട്ടി താഴെ ഇടുമെന്ന് എനിക്കറിയാം. കാരണം നീ എപ്പോഴും പരിഭ്രാന്തമായ ഒരു അവസ്ഥയിലാണുള്ളത്. അതായത് ഒട്ടും തന്നെ കാമല്ല. എപ്പോഴും ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മനസ്സിനെ തയ്യാറാക്കിക്കൊണ്ടാകും നീ നിൽക്കുന്നത്. എല്ലാവരിൽ നിന്നും നീ എപ്പോഴും അകലം പാലിക്കും. അതിന് കാരണം നിനക്ക് മനുഷ്യരെ പേടിയാണെന്നുള്ളതാണ്. ഈ ഗ്രാമത്തിലെ ഏറ്റവും ദുർബലനായ മനുഷ്യൻ നീയാണ് ടക്കേസോ. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ടക്കേസോ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ദൂരെ നിന്ന് ആ സാമുറായിസ് ഓടി വരുന്നുണ്ട്. അവര് ടക്കേസോയെ കാണുന്നുണ്ട്. ഇത് കണ്ട ടക്കേസോ പെട്ടെന്ന് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഓടുന്നുണ്ട്. ഇപ്പൊ ഈ സാമുറായിസ് ആണെങ്കിൽ ഇയാളുടെ മുന്നിൽ വന്നിട്ട് അവൻ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒസുഗി സാമുറായികളുടെ ഒപ്പം ഉണ്ട്. അപ്പൊ അവര് ഇയാളോട് ചോദിക്കുന്നുണ്ട്, ഹേ ടക്വാൻ, ടക്കേസോ എവിടെ? അവൻ ഏത് വഴിക്കാ പോയതെന്നൊക്കെ. അപ്പൊ ഇയാളുടെ പേരാണ് ടക്വാൻ. അപ്പോൾ ടക്വാൻ ഇവരോട് അവന്റെ ആ വഴിക്ക് പോയിട്ടുണ്ടെന്നും പറഞ്ഞ് തെറ്റായ വഴി കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇവരെല്ലാം ആ വഴിക്ക് ടക്കേസോയെ നോക്കി പോവാണ്. ഇപ്പൊ അവിടെ ഒളിച്ചിരിക്കുന്ന ടക്കേസോ ഇയാളോട് പറയുന്നുണ്ട്, ടക്വാൻ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളുടെ സഹായം ഒന്നും ആവശ്യമില്ല. അവന്മാർ എത്ര കടന്ന് ശ്രമിച്ചാലും എന്നെ പിടിക്കാനൊന്നും പറ്റില്ല. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് നിങ്ങളുടെ സഹായം ഒന്നും വേണ്ട. അപ്പൊ ഇത് കേട്ട ടക്വാൻ ഉടനെ തന്നെ, ടക്കേസോ ദേ ഇവിടെ ഉണ്ട്, അവനിവിടെ ഈ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടേ എന്ന് വിളിച്ചു പറയുന്നു. അപ്പൊ ഇത് കേട്ട് പെട്ടെന്ന് ടക്കേസോ ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങോട്ട് പോയ സാമുറായികളൊക്കെ തിരിച്ചോടി വരുന്നു. ടക്വാൻ ആണെങ്കിൽ അവിടെ നിന്ന് ഒരേ ചിരി. അടുത്ത ദിവസം ടക്കേസോയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വളരെ ഊർജിതമാക്കി. ഹിമേജി കൊട്ടാരത്തിൽ നിന്നും കൂടുതൽ പടയാളികളെ അയച്ചു. അതേപോലെ ഗ്രാമവാസികളാണെങ്കിൽ വയലിലെ പണികളൊക്കെ താൽക്കാലികമായിട്ട് നിർത്തിവെച്ച് മുഴുവൻ സമയവും തെരച്ചിലിൽ തുടരാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് ഉത്തരവായി. ഒരു കൂർത്ത മുളങ്കമ്പ് മാത്രം കൈ കൊടുത്തിട്ട് ഈ പാവങ്ങളെ എല്ലാം കൂടെ ടക്കേസോയെ തിരയാൻ വേണ്ടിയിട്ട് കുന്നും മലയെല്ലാം കൂടെ നിർബന്ധിച്ച് കയറ്റിവിട്ടു. തിരച്ചിൽ ശക്തമാക്കിയെങ്കിലും ടക്കേസോ പിടികൊടുക്കാതെ വഴുതി മാറിക്കൊണ്ടിരുന്നു. ഇപ്പൊ നമ്മളെ ഷിപ്പോജി ടെമ്പിൾ ആണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ വളരെ വഷളാണല്ലോ എന്ന് അവോക്കി പറയുന്നത് നമുക്കിങ്ങനെ കേൾക്കാം. ഇപ്പൊ നോക്കിയാൽ അവോക്കി അവിടെ നിന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ടക്കേസോയെ പിടിച്ചില്ലെങ്കിൽ ഞാൻ മിക്കവാറും സെപ്പുക്കു ചെയ്യേണ്ടി വരുമെന്ന് അയാൾ പറയുന്നുണ്ട്. ഈ സെപ്പുക്കു എന്ന് പറയുന്നത് സാമുറായികൾ സ്വയം വയറ്റിൽ വാൾ കുത്തിയിറക്കി ആത്മഹത്യ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ തലേദിവസം ടക്കേസോ അടിച്ച് ഷോൾഡറൊക്കെ ആകെ വേദനയിലിരിക്കുകയാണ് ഇയാൾക്ക്. പെട്ടെന്നാണ് ഇയാൾ ഒറ്റ്സുവിനെ പറ്റി ആലോചിക്കുന്നത്. ഒറ്റ്സു എവിടെയെന്നൊക്കെ ഇയാൾ ഉറക്കെ വിളിച്ചു ചോദിക്കുന്നു. ഇപ്പൊ ആ പ്രീസ്റ്റ് അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ അവോക്കി, ഇത്രയ്ക്ക് ഉച്ചത്തിൽ സംസാരിക്കരുത്. കാര്യം നിങ്ങളുടെ ദേഹത്തെ പരിക്കെല്ലാം വീണ്ടും ഗുരുതരമാവാൻ സാധ്യതയുണ്ടെന്ന്. അപ്പൊ ഈ അവോക്കി പറയാണ്, ഒറ്റ്സു എന്നെ വല്ലാതെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അവൾ ഒഴിച്ചു തന്നാലേ ഈ കള്ളിനൊക്കെ ഒരു രുചിയുള്ളൂ എന്ന്. ഞാൻ അവൾ എവിടെയുണ്ടെന്ന് നോക്കി വിളിച്ചോണ്ട് വരാമെന്ന് ഈ പ്രീസ്റ്റ് പറയുന്നു. എന്നാ പെട്ടെന്നാവട്ടെ എന്ന് അവോക്കി പറയുന്നു. തോളുവേദന വന്നിരുന്നാലും കോഴിത്തരത്തിന് കുറവൊന്നുമില്ല. ഇപ്പൊ ആൾക്കാർ അവിടെ എല്ലാം നടന്ന് ഒറ്റ്സുവിനെ വിളിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മത്തഹാച്ചിയം പ്രായിക്കൊണ്ട് അവൾ കരഞ്ഞു വിഷമിച്ച് ആ മരച്ചോട്ടിലിരിക്കുകയാണ്. ഇപ്പോൾ ടക്വാനാണെങ്കിൽ അവളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഒറ്റ്സു ദേ അവരെല്ലാവരും നിന്നെ തിരയുകയാണ്. അതിനിപ്പോ എനിക്കെന്താ? ആ മീശ വെച്ച സാമുറായിയെ എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. അയാൾ ആകെ ചെയ്യുന്നത് 24 മണിക്കൂർ ഇരുന്ന് കുടിക്കുക എന്നുള്ളതാ. അവനെപ്പോ ഒരു പൊട്ടനെ കൊണ്ടൊന്നും ടക്കേസോയെ പിടിക്കാൻ പറ്റില്ല. നീ പറഞ്ഞത് ശരിയാ. എന്തായാലും അവര് നിന്നെ വിളിക്കുകയല്ലേ, നീ വാ, ഞാനും നിന്റെ കൂടെ വരാം. നീയും ടക്കേസോയും കുട്ടിക്കാലത്ത് കൂട്ടുകാരായിരുന്നോ എന്ന് ടക്വാൻ ഒറ്റ്സുവിനോട് ചോദിക്കുന്നു. ഞങ്ങൾ രണ്ടും മാത്രമല്ല, മത്തഹാച്ചി ഉണ്ടായിരുന്നെന്ന് ഒറ്റ്സു പറയുന്നു. അപ്പോൾ മത്തഹാച്ചിയുടെ കാര്യം ഇപ്പോൾ സംസാരത്തിൽ വന്നുകൊണ്ട് മത്തഹാച്ചി ഒരു ദുഷ്ടനാണെന്ന് പറഞ്ഞ് ഒറ്റ്സു പിന്നെയും കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അകത്തേക്ക് കയറിയപ്പോഴേ മുൻപ് ഒറ്റ്സു ആ ടക്വാനോട് പറഞ്ഞ കാര്യം ടക്വാൻ ഇപ്പോൾ അവോക്കിയോട് വെട്ടി തുറന്നങ്ങ് ചോദിക്കുകയാണ്. അതായത് ഇങ്ങനെ 24 മണിക്കൂറും വെള്ളം അടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പൊട്ടൻ എങ്ങനെ ടക്കേസോയെ പിടിക്കാനാണെന്ന്. ഇപ്പം ഇത് കേട്ടിട്ട് ഒറ്റ്സു ആണെങ്കിൽ ഞെട്ടുന്നുണ്ട്. അവിടുത്തെ ആ പ്രീസ്റ്റ് ആണെങ്കിൽ വാ വിളിച്ച് നിൽക്കുന്നുണ്ട്.
പിന്നെ അവിടുത്തെ പിള്ളേരാണെങ്കിൽ ഇത് കേട്ട് ചിരിക്കുന്നുമുണ്ട്. എന്താടോ താനാ പറഞ്ഞത് നവോക്കി ടക്വാനോട് ചോദിക്കുന്നു. ഇപ്പോൾ ടക്വാൻ അവിടെ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ എത്ര ആഴ്ചയായി? ഒരാളെ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്ര ആൾക്കാരെയും ഇത്ര സമയവും ആവശ്യമുണ്ട്? ഉള്ളത് പറഞ്ഞാൽ താനും തൻ്റെ ഈ കഴിവുകേടും കാരണം ഇവിടുത്തെ നാട്ടുകാരെല്ലാം പൊറുതി മുട്ടിയിരിക്കുക ഇപ്പോൾ. അപ്പം ടക്വാൻ ഇങ്ങനെ എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞത് കേട്ട് ഒട്സു പെട്ടെന്നൊന്ന് ഷോക്കായി നിൽക്കുന്നുണ്ട്. ആഹാ, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യവും? ഈ പറഞ്ഞ തോന്നിവാസത്തിന് ഞാൻ ഇപ്പം തന്നെ നിന്നെ വെട്ടി താഴെയിടും. എന്നെ വെട്ടി താഴെയിടാനൊക്കെ ഈ കഴിവില്ലാത്ത ക്യാപ്റ്റനെ കൊണ്ട് കഴിയൂ. ഇപ്പോൾ ടക്കേസോ ആണെങ്കിൽ കാട്ടിലിങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. നാട്ടുകാരാണെങ്കിൽ അവിടെ അടുത്ത് തന്നെ അവനെ തെരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ പരസ്പരം ചോദിക്കുന്നുണ്ട് അവനെ കിട്ടിയോന്നൊക്കെ. ഇപ്പോൾ ടക്കേസോ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എടാ പൊട്ടന്മാരെ, നീയൊന്നും ഒരിക്കലും എന്നെ പിടിക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ ഇവനൊരു രാക്ഷസനാണ്, ഇവൻ്റെ ആ കണ്ണുകൾ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു എന്നൊക്കെ മുൻപ് നാട്ടുകാർ പറഞ്ഞത് ടക്കേസോ ഇങ്ങനെ ഓർക്കുകയാണ്. ഇപ്പോൾ ടക്കേസോ സ്വയം പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് മത്തഹാച്ചി ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ഒട്സുവിനെ അറിയിക്കണം, അതിനുവേണ്ടി മാത്രമാണ്. നാട്ടുകാർ നാറികൾ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല. ഈ ഗ്രാമത്തിലെ ഏറ്റവും ദുർബലനായ വ്യക്തി നീയാണെന്ന് മുൻപ് ടക്വാൻ പറഞ്ഞ കാര്യവും പെട്ടെന്ന് ടക്കേസോയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ടക്കേസോയുടെ നേരെ എന്തോ ഒന്ന് പാഞ്ഞ് ഫാസ്റ്റിന് വരുന്നുണ്ട്. ഒരു 4 കമ്പുകൾ വന്ന് തറച്ച് നിൽക്കുകയാണ് ഇപ്പോൾ തറയിൽ. മുടിനാരിയുടെ വ്യത്യാസത്തിന് ടക്കേസോ രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പൊ നോക്കിയപ്പോൾ മരത്തിന്റെ മുകളിൽ നിന്ന് ഒരുത്തൻ ഒരു ആളും കൊണ്ട് ടക്കേസോയെ കുത്താൻ വേണ്ടിയിട്ട് താഴോട്ട് ചാടുകയാണ്. തല വെട്ടിച്ചത് കൊണ്ട് കഴുത്തിന് കുത്ത് കിട്ടിയില്ല. ഇപ്പൊ ടക്കേസോ ആണെങ്കിൽ അവന്റെ കൈ കയറി പിടിച്ചിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഈ തെരച്ചിലിന്റെ ഭാഗമല്ല, ഈ നാട്ടിലുള്ളവനൊന്നും അല്ല, ആരടാ നീ? അപ്പൊ ഇവൻ പറയുന്നുണ്ട്, കണ്ടിട്ട് ഈ നാട്ടുകാർ മുഴുവൻ നിന്റെ പിന്നാലെയാണെന്ന് തോന്നുന്നല്ലോ, നിന്റെ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ ഇന്നൊരു അവസാനം ഉണ്ടാക്കി തരാം. ഞാൻ ഫുവാ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് സുജിക്കാസെ കൊഹൈ. ടക്കേസോ അപ്പോൾ തെന്മയെ കൊന്നതിന് റിവെഞ്ച് എടുക്കാൻ അവൻ്റെ സഹോദരൻ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ വാഗമോണ്ടിന് നിങ്ങൾ വൺ പീസിന് തരുന്ന പോലെ നല്ലൊരു സപ്പോർട്ടൊക്കെ തരികയാണെങ്കിൽ നമ്മൾ എപ്പിസോഡ്സ് ഫാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് മാങ്കാസ് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഉറപ്പായിട്ടും എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.